ഹലോ നമസ്കാരം. ഞാനിപ്പോൾ തന്നെ ഒരു വീഡിയോ ഇട്ടുള്ളൂ. അടുത്ത വീഡിയോ ഞാൻ ഇടാൻ പോകുന്നതാണ്. കൊല്ലങ്കോട് ആദിവാസി കോളനിയിൽ പാറാമൂട് അങ്ങനെ എന്തോ ഒരു പറഞ്ഞ സ്ഥലം. കൊല്ലങ്കോട് എന്നല്ല, എല്ലാ ആദിവാസികൾ കോളനികളിലും, നമ്മുടെ കേരളത്തിലെ എല്ലാ ആദിവാസി കോളനികളിലും ആദിവാസികളെക്കുറിച്ചാണ് ഞാൻ ഈ പറയുന്നത്. അപ്പം നമ്മളുടെ ഇപ്പോൾ ഭരിക്കുന്ന മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനോട് ഞാനൊരു കാര്യം അപേക്ഷിക്കുകയാണ്. കാല് പിടിച്ച് ഞാൻ അപേക്ഷിക്കുകയാണ്. കാരണം മാറി മാറി വരുന്ന നമ്മുടെ സർക്കാരുകൾ ആദിവാസി കോളനിയിലെ ആദിവാസികളെ അവഗണിക്കുന്നത് ശരിയല്ല എന്നുള്ളൊരു പക്ഷക്കാരിയാണ് ഞാൻ. കേന്ദ്രത്തിലായാലും നമ്മുടെ കേരളത്തിലായാലും ആദിവാസികൾ എന്ന് പറയുന്നവർ മനുഷ്യരാണല്ലോ. അവർക്ക് ഇരിക്കാൻ വീടില്ല, കഴിക്കാൻ ഭക്ഷണമില്ല, ഇടാൻ ഡ്രസ്സില്ല. അവർ ഒരുപാട് ദുരിതം അനുഭവിക്കുന്ന മനുഷ്യരാണ് നമ്മളുടെ ആദിവാസികൾ. അപ്പം ഞാൻ ഇന്ന് രാവിലത്തെ ഒരു ന്യൂസ് കേട്ടത്, കൊല്ലങ്കോട് എന്തോ ഒരു സ്ഥലമാണ് പറഞ്ഞത്. അവർക്ക് ഇരിക്കാൻ വീടുമില്ല, ഇടാൻ ഡ്രസ്സില്ല, കഴിക്കാൻ ഭക്ഷണമില്ല. അപ്പോൾ ഈ ആദിവാസികളെ സംരക്ഷിക്കാൻ വരുന്ന പണം അത് നമ്മുടെ സർക്കാരുകൾ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ കേരള സർക്കാർ എന്തു ചെയ്യുന്നു? ആ പണത്തെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? അവർക്ക് 1/4 ഭാഗമെങ്കിലും അവരുടെ സംരക്ഷണത്തിന് വരുന്ന പൈസ അവിടെ എത്തിക്കണ്ടേ സർക്കാരുകൾ? അപ്പോൾ ഇത്ര നാളും ചെയ്തിട്ടില്ലെങ്കിൽ അതെല്ലാം പോട്ടെ. ഒരുപാട് വീടില്ലാത്ത ആൾക്കാരുണ്ട്, ഓലപ്പുര വെച്ച് കെട്ടിയിരിക്കുന്നവർ, വിദ്യാഭ്യാസം ഇല്ലാത്തവർ, പട്ടിണി കിടക്കുന്നവർ. അവർക്കെല്ലാവർക്കും നമ്മുടെ ഈ സർക്കാർ ഭരിക്കുന്ന ഈ സമയത്തെങ്കിലും ആദിവാസി കോളനിയിലെ ആദിവാസികൾക്ക് വീട് കൊടുക്കണം. അവർക്ക് ഭക്ഷണം കഴിക്കാനുള്ള, അവർക്കുള്ള സാധനങ്ങൾ എത്തിക്കണം. അവരെ സംരക്ഷിക്കാനുള്ള ചുമതല നമ്മുടെ സർക്കാരുകൾക്കുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അപേക്ഷയാണ് നമ്മുടെ മുഖ്യമന്ത്രി വി.ഡി. സതീശൻ സാറിനോടാണ്. അവരെ സംരക്ഷിക്കണം. അവരെ നമ്മളെപ്പോലെ തന്നെ അവരെയും മനുഷ്യരായി കാണണം. അവർ കാട്ടിൻ്റെ ഉള്ളിലേ ഇരിക്കണമെന്ന് പറഞ്ഞിട്ട് നമ്മളുടെ ഈ ഇന്നത്തെ മാറിയ കാലത്ത് അവർക്ക് കിട്ടേണ്ട അവകാശങ്ങൾ ആദിവാസി കോളനികളിലേക്ക് എത്തുന്നില്ല. ചില മീഡിയകളാണ് അവരെ പോയിട്ട് സംരക്ഷിക്കുന്നതും കൊടുക്കുന്നതും എല്ലാം ചെയ്യുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, കൊല്ലങ്കോട് മാത്രമല്ല, നമ്മുടെ കേരളത്തിൽ എവിടെയൊക്കെ ആദിവാസി കോളനികളുണ്ടോ അവിടുത്തെ എല്ലാം 5 വർഷം ഭരിച്ചു കഴിഞ്ഞ് ഇറങ്ങുമ്പോഴേക്കും നിങ്ങൾ നല്ലത് ചെയ്താൽ അടുത്തതും നമ്മൾക്ക് തന്നെ ഭരണം കിട്ടും. അപ്പോൾ നിങ്ങൾ വോട്ട് ചോദിക്കാൻ വേണ്ടി മാത്രമായി കോളനികളിൽ പോയി വോട്ട് വാങ്ങി ജയിച്ച് കസേരകളിൽ ഇരിക്കുമ്പോൾ ഒന്ന് ആലോചിക്കണം. നിങ്ങൾ ആദിവാസി കോളനിയിലുള്ളവരും മനുഷ്യരാണ്. അവർ തന്ന വോട്ടിലാണ്, അവർ തരുന്ന വോട്ടുകളിലാണ് നിങ്ങൾ ഇന്ന് ആ കസേരയിൽ ഇരിക്കുന്നത് എന്നുള്ള ഒരു ഓർമ്മയും കൂടി വേണം. അപ്പോൾ വി.ഡി. സതീശൻ സാറിനോടാണ് ഞാൻ ഈ ഒരു അപേക്ഷ വയ്ക്കുന്നത്. അവരെ സംരക്ഷിക്കണം, അവരിലേക്ക് എത്തിക്കണം. അവർക്ക് അവകാശപ്പെട്ട സാധനങ്ങൾ, വീട്, ഭക്ഷണം, അരി, വസ്ത്രം, അവർക്ക് സഞ്ചരിക്കാനുള്ള റോഡുകൾ എല്ലാം അവരെ സംരക്ഷിക്കാനുള്ള അവകാശവും അധികാരവും നമ്മുടെ കേരളത്തിലെ മുഖ്യമന്ത്രിക്കാണ് ഉള്ളത്. അതുകൊണ്ട് അതവിടെ എത്തിക്കണം എന്നുള്ളൊരു അപേക്ഷയായിട്ടാണ് ഞാൻ ഇന്ന് ഈ മീഡിയയിൽ വന്നിരിക്കുന്നത്. അവരെ സംരക്ഷിക്കണം എന്ന് വിനീതമായി അപേക്ഷിക്കുകയാണ്. ഓക്കെ, ബൈ.